നമസ്കാരം. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനിടെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം BJPയും കോൺഗ്രസും തമ്മിലുള്ള പുതിയ പോർമുഖമായി മാറുന്നു. വന്ദേമാതരം ആലാപനത്തിനിടെ ദേശീയ ഗീതത്തെ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. പുതിയതായി നിലവിൽ വന്ന വന്ദേമാതരം നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച സോണിയാഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും BJP നേതാവ് നിഷികാന്ത് ദുബൈ ആവശ്യപ്പെട്ടു. ഇതോടെ കോൺഗ്രസ് ഈയൊരു വിഷയത്തിൽ പ്രതിസന്ധിയിലായ അവസ്ഥയാണ്. ഓഗസ്റ്റ് 15-ന് ഡൽഹി AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചിരുന്നു. ചടങ്ങിനിടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ ചില സംഭാഷണങ്ങളും ആംഗ്യങ്ങളും കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് വിവാദത്തിന് തുടക്കമിട്ടത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നിൽക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഖാർഗെയും അസ്വസ്ഥരായി നിൽക്കുന്നതായി കണ്ടു എന്നാണ് BJP MP അനുരാഗ് ഠാക്കൂർ രൂക്ഷമായി ആരോപിച്ചത്. കേവലം പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം ദേശീയ ഗീതത്തെ പരസ്യമായി അവഹേളിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മല്ലികാർജുൻ ഖാർഗെയാണ് പാർട്ടി അധ്യക്ഷനെങ്കിലും സോണിയാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമായെന്നും ദളിത് ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണിതെന്നും അനുരാഗ് ഠാക്കൂർ പരിഹസിച്ചു. നെഹ്റുവിന്റെ കാലം മുതൽക്കേ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപത്തോടുള്ള കോൺഗ്രസിന്റെ എതിർപ്പ് ഇവിടെയും പ്രതിഫലിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം BJPയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്ത് വന്നു. ചടങ്ങിൽ ഏറെ നേരം നിലയുറപ്പിച്ച പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഇരുന്നു നൽകാനായി ഒരു കസേര എത്തിച്ചു നൽകാൻ ആവശ്യപ്പെടുകയാണ് സോണിയാഗാന്ധി ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അല്ലാതെ ഗാനം തടസ്സപ്പെടുത്താനോ അതിനോട് അനാദരവ് കാണിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ വിഷയത്തെ BJP അനാവശ്യമായി വിവാദമാക്കേണ്ടതില്ലെന്നും ഗാനം മുഴുവനായി ചൊല്ലുന്നതിൽ തെറ്റില്ലെന്നും ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചടങ്ങിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം തന്നെയാണ് ആലപിച്ചതെന്നും അദ്ദേഹം ആവർത്തിച്ചു. വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ വശങ്ങൾ പാർലമെന്റിൽ പോലും വിശദമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1937 ഒക്ടോബർ 28-ന് കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലും രവീന്ദ്രനാഥ ടാഗോറിന്റെ നിർദ്ദേശപ്രകാരവുമാണ് വന്ദേമാതരത്തിന്റെ ആദ്യ ഈരടികൾ മാത്രം ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കാൻ തീരുമാനിച്ചതെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചു. അന്നു മുതൽ എല്ലാ കോൺഗ്രസ് സമ്മേളനത്തിലും പാർട്ടി പ്രവർത്തകരും സേവാദളും ഈ രീതി തന്നെയാണ് പിന്തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ മുൻകാലങ്ങളിൽ പാർട്ടി സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തമായി സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഗാനം പൂർണ്ണമായി ആലപിക്കപ്പെട്ടത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ആദ്യ വരികൾക്ക് ശേഷം ഗാനം തുടർന്നപ്പോൾ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ ഭാഗത്തു നിന്നും അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന തരത്തിലാണ് BJPയും കേന്ദ്ര ഭരണപക്ഷവും ആക്രമണം ശക്തമാക്കുന്നത്.